ഹലോ ഗൈസ്, നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ക്രിയോ ഗോറക്കിൻ്റെ ഒരു മൈക്കാണ്. യൂട്യൂബിൽ ബിഗിനറായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു മൈക്കാണ്. നമ്മുടെ ചാനലിൽ അപ്ഗ്രേഡ് ചെയ്യാൻ പോയതാണത്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ്ങും മറ്റു കാര്യങ്ങളാണ് ഇനി ചെയ്യാൻ പോകുന്നത്. ഇത് അൺബോക്സ് ചെയ്ത വീഡിയോ എല്ലാവരും കണ്ടതാണെങ്കിൽ ഇവിടെ തൊട്ട് കണ്ടാൽ മതി. പിന്നെ ഇതിൻ്റെ ഓഡിയോൻ്റെ മാത്രം സെഷൻ ആക്കണത്, അല്ലാതെ അൺബോക്സ് ചെയ്യണമെന്ന വീഡിയോയും ഫുൾ ആയിട്ടുള്ള റിവ്യൂവും കാണണമെങ്കിൽ നമുക്കിപ്പോൾ തന്നെ തുടർന്നുകൊണ്ടിരിക്കാം. അപ്പോൾ ഗൈസ്, ഇത് അൺബോക്സ് ചെയ്യാൻ പോവാണ്. ആദ്യം ഇതിൻ്റെ ഒരു പ്ലാസ്റ്റിക് റാപ്പ് ഉണ്ട്, അത് നമുക്കൊന്ന് കളയണം. നല്ല പാക്കിങ്ങിലൊക്കെ തന്നെ വന്നേക്കുന്നുണ്ട്. ചാർജ് ഉണ്ടോ എന്നൊന്നും അറിയില്ല. നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് അൺബോക്സിങ് വ്യൂ നോക്കാം. ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ കുറച്ച് സ്റ്റിക്കറാന്ന് തോന്നുന്നു. അവർ കുറച്ച് സ്റ്റിക്കർ, യൂസർ മാനുവല്, പിന്നെ നമ്മളുടെ മൈക്ക്, പിന്നെ ഒരു ബോക്സ്. ബോക്സിൻ്റെ ഉള്ളൊരു ടൈപ്പ് സി ചാർജർ ഉണ്ട് നമുക്ക്. പിന്നെ ഐഫോണിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലൈറ്റിനിങ് കേബിളും ടൈപ്പ് സിയും കൂടിയിട്ടുള്ള ഒരു പിന്ന്. ഇത്രേ ഉള്ളൂ. പിന്നെ നമ്മളുടെ ഇത് മൈക്ക്. നമുക്കിപ്പോൾ ആദ്യം ആവശ്യമുള്ളത് മാത്രം വെച്ച് ബാക്കിയുള്ളതൊക്കെ ഒന്ന് ഇട്ട് വെക്കാം. അതിനുശേഷം നമുക്ക് മൈക്കിൻ്റെ രീതിയിലേക്ക് ബോക്സ് അതേപോലെ തന്നെ തിരിച്ച് വയ്ക്കാം. ബാക്കിൽ പണിപൊളി. ഇനി വോയിസും കാര്യങ്ങളൊക്കെ എന്താ, എൻ്റെ ഫോൺ ഇപ്പോൾ ആൻഡ്രോയിഡ് ആയതുകൊണ്ട് ഇപ്പോൾ എനിക്ക് പിന്നിൻ്റെ ആവശ്യം വരില്ല. അതും ഇതിനുള്ളിൽ തന്നെ വെച്ചേക്കാം, നമുക്ക് ആവശ്യമില്ല. പിന്നെ ഈ ബോക്സ്. അപ്പോൾ നമുക്ക് മൈക്കിലേക്ക് പോവാം. ഫസ്റ്റ് വ്യൂവിൽ ഓക്കെ ആണ്, ഒരു പ്രീമിയം ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പ്ലാസ്റ്റിക് ക്വാളിറ്റി ഒന്നും അത്രയ്ക്കില്ല. പിന്നെ ഒരു 1000 രൂപ ബഡ്ജറ്റിൽ സ്റ്റാർട്ടിങ്ങിൽ വരുന്നതാണ്, അതിൻ്റെയൊക്കെ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു മൈക്ക് ഫുൾ പ്ലാസ്റ്റിക് തന്നെയാണ് വരുന്നത്. പിന്നെ അതിൻ്റെ ഒരു കണക്ടർ, ഫോണിനായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഓഡിയോ. ഇത് കണക്ട് ചെയ്യുക പ്ലഗ് ആൻഡ് പ്ലേ ആണെന്ന് പറഞ്ഞത്. എങ്ങനെയാണ് യൂസ് ചെയ്യാമെന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഇവിടെ ഒരു സ്റ്റിക്കർ ഉണ്ടായിരുന്നത് കളഞ്ഞു. ഇപ്പോൾ ഇതുവരെ ഓഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നത് മൊബൈൽ ഫോണിലത്തെ ഡയറക്റ്റ് ഓഡിയോ ആണ്. ഇനിയാണ് നമ്മൾ ഈ മൈക്രോഫോണിലത്തെ ഓഡിയോയ്ക്ക് മാറുന്നത്. ഇനിയിപ്പോൾ ഈ മൈക്കിലത്തെ ഓഡിയോ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് ഒന്ന് യൂസ് ചെയ്തതിനു ശേഷം പറയാം. നമുക്കൊന്ന് കണക്ട് ചെയ്യാം. ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിനി ഈ മൈക്ക് നമ്മുടെ ഫോണിൽ കണക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾക്ക് ഈ റിസീവർ ആദ്യം നമ്മൾ ഫോണിൽ കുത്തണം. ഇതുവരെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഫോണിലത്തെ ഓഡിയോൻ്റെയാണ്. ഇനിയിപ്പോൾ റിസീവ് കുത്താൻ പോവാണ്. റിസീവിൻ്റെ ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്, പച്ച ബ്ലിങ്ക് കത്തും റിസീവർ കുത്തിക്കഴിഞ്ഞാൽ. നമുക്കിനി ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ നമ്മളെ മൈക്ക് എടുത്തിട്ടുണ്ട്. മൈക്ക് ബോക്സ് എടുത്തപ്പോൾ കണക്റ്റ് ആയി. ഇപ്പോൾ നോയിസ് ക്യാൻസലേഷൻ ഓൺ ആയ മോഡിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പൊ എന്തോരം ഔട്ട്ഡോറത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ട് എന്നൊന്ന് നോക്കൂ. എൻ്റെ വീട്ടിലമ്മ അടുക്കളയിലുണ്ട്, പാത്രങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കണ ഒച്ച ഞാൻ കേൾക്കുന്നുണ്ട്. നിങ്ങളെങ്ങനെയാണ് നോയിസ് ക്യാൻസലേഷൻ എത്രയ്ക്ക് ഉണ്ട് എന്നൊന്നും നിങ്ങൾ തന്നെ പറയാം. ഇപ്പോൾ ഞാൻ ഈ നോയിസ് ക്യാൻസലേഷൻ ഓഫ് ആക്കാൻ പോവാണ്. അതിന് നമ്മൾ ഈ പവർ ബട്ടൺ ഒരു വട്ടം പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഗ്രീൻ ലൈറ്റ് കത്തും. അത് നമുക്ക് നോയിസ് ക്യാൻസലേഷൻ മൊത്തമായിട്ട് നമ്മൾ വേണ്ടാന്ന് വെച്ചതിൻ്റെയാണ്. ഇപ്പം ഇങ്ങനെ ഔട്ട്ഡോറിൽ നിന്നുള്ള ഒച്ച കേൾക്കുന്നുണ്ടോ എന്നൊന്ന് നോക്കുക. ഞാനിപ്പോൾ റൂമിലാണ്. റൂമിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ആരും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ റോഡിൽ കൂടെ ഒരു വണ്ടി പോകുന്നുണ്ട്, അതിൻ്റെ ഒക്കെ ഒച്ച നോയിസ് ക്യാൻസലേഷൻ ഓഫ് ആക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്നും. ഇനിയിപ്പോൾ ഞാൻ നോയിസ് ക്യാൻസലേഷൻ വീണ്ടും ഓൺ ആക്കാൻ പോകണു. ഒരു പ്രസ്സിൽ ബ്ലൂ ആയിട്ടുണ്ട്. അപ്പോൾ നോയിസ് ക്യാൻസലേഷൻ വീണ്ടും ഓൺ ആയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഓഡിയോയും നേരത്തെ കേട്ട ഓഡിയോയും തമ്മിലുള്ള വ്യത്യാസം നോക്ക്. ഞാനിപ്പോൾ അത്യാവശ്യം ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് മൈക്ക് കുറച്ച് കയറ്റി പിടിച്ചേക്കുകയാണ്.
നിങ്ങൾക്കിപ്പോ ഇനി ഞാൻ പുറത്തുനിന്ന് പോകുമ്പോൾ കറക്റ്റായിട്ട് പിൻ ചെയ്തിട്ട് ഉള്ള ഓഡിയോ ക്ലിയർ കേൾക്കാം. ഇപ്പൊ നോയിസ് ക്യാൻസലേഷനിൽ എത്രയ്ക്ക് ഓഡിയോ ക്ലിയർ ഉണ്ടെന്ന് നിങ്ങളൊന്ന് അഭിപ്രായം പറയാം. അപ്പൊ ഗൈസ്, ഇപ്പൊ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് ഇതിന്റെ നോയിസ് ക്യാൻസലേഷനിലുള്ള സൗണ്ടാണ്. ഞാനിപ്പോ എന്റെ ഷട്ടില് പിൻ ചെയ്ത് വെച്ചേക്കാണ് ഇപ്പൊ മൈക്ക്. ഞാൻ ഇപ്പൊ പറയുന്ന ഓഡിയോയില് നിങ്ങൾക്ക് വേറെ ബാക്ക്ഗ്രൗണ്ട് വല്ലതും നോയിസ് കേൾക്കുന്നുണ്ടോ എന്നോ നോക്കുക. എന്റെ വീട്ടിലിപ്പോ അമ്മയുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. എനിക്ക് കുറച്ച് ലവ് ബേർഡ്സുകൾ ഉണ്ട്, അതിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ നോക്കുക. പിന്നെ വീടിന് മുമ്പ് കൂടെ ഒരു റോഡും പോകുന്നുണ്ട്, അതിൽ ഇടയ്ക്കിടയ്ക്ക് വണ്ടികളും അത്യാവശ്യം പോണ റോഡാണ്. നിങ്ങൾ ഇതൊക്കെ ഈ ഓഡിയോയിൽ കേൾക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ ഈ മൈക്ക് വാങ്ങിക്കാനുള്ള മെയിൻ കാരണം ഈ ബോക്സ് ആണ്. നമുക്കിപ്പോ ഞാൻ ബ്ലോഗ് ചെയ്യാനും അൺബോക്സിങ് ചെയ്യാനൊക്കെ ആയിട്ടാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ എനിക്ക് എപ്പോഴും ഇങ്ങനത്തെ ഒരു ബോക്സിൽ ഈ സ്പോഞ്ചിന്റെ ഉള്ളിൽ മൈക്ക് വെച്ചിട്ട് ഇത് ട്രാവൽ ചെയ്ത് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മളെ ബാഗില് നമ്മളെ ഇയർബഡ് ഇരിക്കുന്ന പോലെ തന്നെ ഈ ബോക്സ് ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് സേഫ് ആയിട്ട് കൊണ്ടു നടക്കാം. ഇപ്പൊ ഇതെന്റെ ഇയർബഡ് ആണ്, കുറെ കാലമായിട്ട് ഉപയോഗിക്കുന്ന ഇയർബഡ് ആണ്. ഇതിനും ഏകദേശം സൈസ് ആണ്. പക്ഷെ ഇത് നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് ആണ്. ഇത് അത്ര ക്വാളിറ്റി ഇല്ല. നിലത്ത് വീണ് കഴിഞ്ഞാൽ എന്തായാലും പൊട്ടുന്നുള്ള കാര്യത്തിൽ ഗ്യാരണ്ടിയാണ്. പിന്നെ ഈ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് നോക്കുമ്പോൾ ഏറ്റവും നല്ലൊരു തന്നെയാണ്. സ്റ്റാർട്ടപ്പ് ചെയ്യണ, യൂട്യൂബിൽ സ്റ്റാർട്ട് ചെയ്യണ എല്ലാവർക്കും ഉപകാരപ്പെടും. ഇനി ബാക്കിയുള്ള മൈക്കിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ ഓഡിയോ ക്ലാരിറ്റി എത്രയ്ക്കുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ബാക്കിയുള്ള ഇങ്ങനെ ഇപ്പൊ ഞാനൊരു സ്റ്റാർട്ടപ്പാണ് യൂട്യൂബില്. അപ്പൊ ഞാനൊരു 1000 രൂപ സ്പെൻഡ് ചെയ്യാന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വരുമാനം ഇല്ലാത്ത സ്രോതത്തേക്ക് ഇത്ര നമുക്ക് കാശ് ഇറക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബേസിക് ആയിട്ട് നമുക്ക് ഓഡിയോ ക്ലിയർ ആയി കേൾക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ഈ ഒരു അപ്ഗ്രേഡ് നടത്തിയേക്കുന്നത്. ഇനിയിപ്പോ ഞാൻ ഇതിന്റെ ഇൻഡോറും നമുക്ക് ഈ മൈക്ക് തരുന്ന ഓഡിയോന്റെ ഒരു ഡെമോ ആണ് നമ്മളിപ്പോ കണ്ടത്. ഇനി ഔട്ട്ഡോറിലുള്ള ഇതിന്റെ ഓഡിയോ എങ്ങനെയാണെന്ന് നമുക്ക് ഈ വീഡിയോ തന്നെ ആഡ് ചെയ്യാം. അത് ഷൂട്ട് ചെയ്യുക. അതിന് മുന്നോടിയായിട്ട് ഒരു വട്ടം കൂടി നോയിസ് ക്യാൻസലേഷൻ ഓഫ് ആക്കിയിട്ടും ഓൺ ആക്കിയിട്ടുള്ള ഓഡിയോ നിങ്ങൾക്ക് ഒന്നുകൂടി ക്രിസ്റ്റൽ ക്ലിയറിൽ കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കുന്നു. ഇപ്പോ ഇത് നോയിസ് ക്യാൻസലേഷനിലാണ് ഉള്ളത്. അതിന്ന് ഞാൻ മാറ്റി നോയിസ് ക്യാൻസലേഷൻ ഓഫ് ആക്കാൻ പോവാണ്. ഇപ്പൊ പുറത്തുള്ള സൗണ്ടുകളൊക്കെ കേൾക്കാം. എൻ്റെ അമ്മ അവിടെ ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. ആ ഓഡിയോക്ക് ഇതില് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോ അത് ഓഫ് ആക്കാണ്. ഒരു വട്ടം പ്രസ് ചെയ്താൽ മതി, നോയിസ് ക്യാൻസലേഷൻ ഓഫ് ആവും. അതെ, ഇപ്പൊ നോയിസ് ക്യാൻസലേഷൻ ഓഫ് ആയിട്ടുണ്ട്. ഇപ്പൊ പുറത്തുനിന്നുള്ള ആ നോയിസ് കേൾക്കുന്നുണ്ടോ എന്ന് നോക്കുക. അമ്മ അവിടെ റീൽസ് കാണുമെന്ന് തോന്നുന്നു, അതിൻ്റെ ഓഡിയോ കേൾക്കുന്നുണ്ടോ എന്ന് നോക്കുക. ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് എന്തൊക്കെയാണ് നോയിസ് വരുന്നത്. നോയിസ് ക്യാൻസലേഷൻ ഓഫ് ആയിരിക്കുമ്പോൾ ഇനി നമ്മൾ തിരിച്ച് വീണ്ടും നോയിസ് ക്യാൻസലേഷൻ ഓൺ ആക്കാൻ പോവാണ്. ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള ഓഡിയോ എങ്ങനെയാണെന്ന് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക. ഹലോ ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് ഈ മൈക്കിൻ്റെ ഔട്ട്ഡോറുള്ള ഓഡിയോ എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നോയിസ് ക്യാൻസലേഷൻ ഓൺ ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ കാലത്ത് ഒന്ന് പുറത്ത് നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇപ്പോൾ നമ്മൾ വെള്ളാറ്റിഞ്ഞൊരു പള്ളിയുടെ അവിടെ എത്താറായിട്ടുണ്ട്. പള്ളിയിൽ ഓഡിയോ ഉണ്ട്, ഒരു സോങ് എന്തിട്ടുണ്ട്, ഭക്തിഗാനങ്ങൾ. അത് ഈ വീഡിയോയിൽ ആഡ് ആവുന്നുണ്ടോ നോക്കുക. പിന്നെ കുറേ കിളികളും പക്ഷികളൊക്കെ ഉള്ള ഒച്ച ഉണ്ട്, അതെല്ലാം ഇതിൽ ക്ലിയറായി കേൾക്കുന്നുണ്ടോ നോക്കുക. ഇപ്പോൾ നോയിസ് ക്യാൻസലേഷനിലാണ് ഇരിക്കുന്നത്. ഞാൻ നടക്കുന്നത് കൊണ്ടാണ് എനിക്ക് എൻ്റെ സംബന്ധത്തിൽ ഒരു ശ്വാസം കിട്ടാത്ത പോലത്തെ. അപ്പം നിങ്ങൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ കേൾക്കുക. ഒരു വണ്ടി പോകുന്നുണ്ട്, ഇതിൻ്റെ ഒച്ച കേൾക്കുന്നുണ്ടോ നോക്കുക. നമ്മൾ വെള്ളത്തിൻ്റെ പള്ളിയുടെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഓഡിയോ എങ്ങനെയാണെന്ന് കേൾക്കുക. ഇപ്പം ഞാൻ നോയിസ് ക്യാൻസലേഷൻ ഓഫ് ആക്കാൻ പോവുകയാണ്. അതിനുശേഷമുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ നോയിസ് ക്യാൻസലേഷൻ ഓഫ് ആയിട്ടുണ്ട്. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന നോയിസ് എത്ര ഉണ്ടെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവും. ഇതിനൊക്കെ വെച്ചതിന് ശേഷം ഇതിൻ്റെ ഓഡിയോ നിങ്ങളൊന്ന് വിലയിരുത്തി കമൻറ്റ് ചെയ്യുക. ഞാൻ വീണ്ടും നോയിസ് ക്യാൻസലേഷനിലേക്ക് ഇടുകയാണ്. ബാക്ക്ഗ്രൗണ്ട് നോയിസൊക്കെ ഇപ്പോൾ റിമൂവ് ആവും. ഇപ്പോൾ ഉള്ള വീഡിയോ നോയിസ് ക്യാൻസലേഷൻ ഓൺ ആക്കിയതിന് ശേഷമുള്ളതാണ്. ഇത് ഇപ്പോൾ എങ്ങനെയുണ്ട്, നല്ല വ്യത്യാസം ഉണ്ടോ, നേരത്തെ കേട്ട ഓഡിയോയിൽ തമ്മിൽ വ്യത്യാസം ഉണ്ടോ നോക്കുക.
നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഈ മൈക്ക് പർച്ചേസ് ചെയ്യണമെന്നുള്ള ആൾക്കാർക്ക് കമന്റ് ബോക്സിലോ അല്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ ഇതിന്റെ ലിങ്കും കൊടുക്കാം. കയറി ചെക്ക് ചെയ്യുക. പിന്നെ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. വെള്ളാറ്റഞ്ഞൂർ പള്ളിയാണ്. ഓക്കെ, ബൈ. അടുത്തൊരു വീഡിയോ ഉടനെ വരുന്നതായിരിക്കും.